എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ അധികം പ്രചാരത്തിലേക്ക് വരാത്ത ഒരു ശാസ്ത്രമാണ് ന്യൂമറോളജി. അതെ അതെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ലക്കി നെയിം നമുക്ക് റെക്കോർഡിക്കലി മാറ്റണോ? പക്ഷെ നമ്മൾ വിളിക്കുന്നതിലല്ല കാര്യം, നമ്മളെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവർക്കൊരു നല്ല പേര് സജസ്റ്റ് ചെയ്യുന്നു, ആ പേരിൻ്റെ വഴിയിലെങ്കിലും അവർക്ക് ഭാഗ്യം വരാൻ വേണ്ടി തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എപ്പോഴും ഒന്നാം സ്ഥാനം പേരിന് തന്നെയാണ് കൊടുക്കുക. ചൈനയിൽ നിന്ന് ചെറിയ പൈസക്ക് 10-100 രൂപക്ക് സാധാരണ ഒരു ബ്രേസ്ലെറ്റ് മേടിക്കുന്ന രീതിയിൽ തന്നെ കല്ല് കിട്ടുമെന്ന് ആൾക്കാർ കരുതി വാങ്ങുന്നുണ്ട്. നിങ്ങൾ വെളുത്ത പശുവിന് പച്ചപ്പുല്ല് നൽകുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം 9 എന്നൊരു എനർജി മിസ്സിംഗ് ആണെന്ന് കരുതുക. അപ്പോൾ അതിന് നമ്മൾ നിർദ്ദേശിക്കും ചുവന്ന ചരട് നിർദ്ദേശിക്കും. പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ, പിന്നെ നെയിം നമ്പർ. ഈ 3 കാര്യങ്ങളുടെ കണക്ഷനിലാണ് ഇവരുടെ വിജയം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ന്യൂമറോളജിസ്റ്റായ ശ്രീ സുനീഷ് തമ്പാനാണ്. നമസ്കാരം സർ. ന്യൂമറോളജിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ലോകമെമ്പാടും ഉള്ള ഒരു ശാസ്ത്രമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ അധികം പ്രചാരത്തിലേക്ക് വരാത്ത ഒരു ശാസ്ത്രമാണ് ന്യൂമറോളജി. പക്ഷേ ഇന്ന് ഇംഗ്ലീഷിൽ ആണ് അല്ലേ 99% സ്ഥലത്തും പേരുകൾ അടയാളപ്പെടുത്തുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ ന്യൂമറോളജിയുടെ പ്രാധാന്യം അല്ലെങ്കിലും ഉണ്ട്. പക്ഷേ ഇത് പ്രഥമ ദൃഷ്ടിയാൽ എന്ന് പറയുന്ന പോലെ ജ്യോതിഷം പോലെ അത്രത്തോളം ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല, അത് ശരി തന്നെ. പക്ഷേ ലോകമെമ്പാടും ഇത് മാത്രമാണ് ആൾക്കാർ നോക്കുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടോ അത് എത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിലാണ് അല്ലേ 100% സ്ഥലത്തും ഇതുപോലെ ഇംഗ്ലീഷിൽ മാത്രമാണ് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ന്യൂമറോളജിയുടെ എനർജി വന്നു, അപ്പോൾ അതിന് പ്രാധാന്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരിടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ലക്കി നെയിം നമുക്ക് റെക്കോർഡിക്കലി മാറ്റണോ? അത് വളരെ ബുദ്ധിമുട്ടല്ലേ? കുറച്ച് പ്രായമുള്ള വ്യക്തിയുടെ സ്ഥലങ്ങളുടെ അല്ലേ രേഖകളുണ്ടാവും, അതുപോലെ ID പ്രൂഫ്, സ്കൂൾ റെക്കോർഡ്സ് അങ്ങനെയുള്ളവർക്ക്, അതുപോലെ എല്ലാ സ്ഥലത്തും ഈ പേരുണ്ട്. അപ്പോൾ അത് മാറ്റണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാർക്കും ആധാർ കാർഡ് മാത്രം മാറ്റിയാൽ മതിയാവും. എല്ലാവർക്കും അല്ല പറയുന്നത്, അവർക്ക് ഈ എന്താ പറയുക അക്കാദമിക് ആയിട്ടുള്ള ഇതെല്ലാം മാറ്റണം എന്നുള്ള നിർബന്ധമില്ല. പേര് ആധാർ കാർഡിൽ മാറ്റിയാൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം. കാരണം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്ക് ഈ SSLC ബുക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല, ഉപയോഗിക്കാറില്ല. അല്ല, എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഇതൊക്കെ അവിടെ ഞാൻ വീട്ടിൽ മേടിച്ച് വെച്ചതെന്നല്ലാതെ എനിക്ക് അതിനെക്കൊണ്ടൊരു ഉപയോഗമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ നിയമപ്രകാരം മാറ്റിയ ഒരാളാണ്. ഈ എൻ്റെ പേര് സുനീഷ് തമ്പാൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ സ്പെല്ലിങ് SUNIESHTHAMBIN. അതാണ് എൻ്റെ ആ ഒരു സ്പെല്ലിങ്. ആദ്യം എന്നെ എന്താ പറയുക സുനീഷ് K നായർ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറ്റി, ഞാൻ അത് മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അനുകൂലമാകുന്ന എടുത്തു. എൻ്റെ ഫാദറിൻ്റെ പേര് അവിടെ വെച്ചപ്പോൾ വളരെ കൃത്യമായി. അങ്ങനെ അത് റെക്കോർഡിക്കലി എല്ലാ സ്ഥലത്തും മാറ്റി അപ്ഡേറ്റ് ചെയ്തു. ഞാൻ മാറ്റിയത് ആധാർ കാർഡ്, പാസ്പോർട്ടിൽ മാറ്റി, അതുപോലെ പാൻ കാർഡ് മാറ്റി. അപ്പോഴെല്ലാ സ്ഥലത്തുമായി. ഇനി അതല്ലാതെ അതൊന്നും സാധിക്കാത്ത ആൾക്കാർക്ക് നമുക്ക് പേര് മാറ്റാനുള്ള മാർഗം ഒരു വ്യക്തിയുടെ എനർജി അനുസരിച്ചിട്ട് ഇത്ര ദിവസം നമ്മൾ നിശ്ചയിക്കും, ഇത്ര തവണ എന്ന് നിശ്ചയിക്കും. അങ്ങനെ നിശ്ചയിച്ച് അവരോട് എഴുതാൻ വേണ്ടി പറയും. ചിലവരുടെ എനർജി അനുസരിച്ച് ചിലപ്പോൾ നീല പേന കൊണ്ട് എഴുതും, പച്ച പേന കൊണ്ട്. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, ഇത് ന്യൂമറോളജി ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിർദ്ദേശിച്ചിട്ട് അവർക്ക് എനർജി കൊണ്ടുവരും. അത് ഓക്കെയാണ്. എന്നിരുന്നാലും നിയമപ്രകാരം മാറ്റിക്കഴിഞ്ഞാൽ അത് 100% എനർജി വരും എന്നുള്ളതാണ്. മറ്റേതും ഓക്കെ വരും. അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു എന്തെങ്കിലും ഒരു അനുഭവം തീർച്ചയായും ഉണ്ട്. ഓക്കെ ഉണ്ട്. പക്ഷേ ഇത് അവരുടെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല, അത് പറയാം. പക്ഷേ നമ്മുടെ ഒരു അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ പേര്, എന്നെ പേര് മാറ്റി കഴിഞ്ഞാൽ അവരങ്ങനെ വിളിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് ചില ആൾക്കാരും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ഉത്തരം കൂടി പറഞ്ഞിട്ട് അവിടത്തേക്ക് പോകും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത്, എൻ്റെ പേര് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്ത് അങ്ങനെ വിളിക്കില്ലല്ലോ എന്ന് പലപ്പോഴും ചോദിക്കും. പക്ഷേ സുഹൃത്ത് വിളിക്കുന്നതിലല്ല കാര്യം. ഇപ്പം വീട്ടിൽ നിങ്ങളെ മോനെ, കുട്ട എന്നായിരിക്കും വിളിക്കുക. ചിലപ്പോൾ പേര് വിളിക്കില്ലെന്നില്ല, IAS ഓഫീസർ ആണെങ്കിൽ പോലും. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ അച്ഛനെ അച്ഛ, അമ്മേനെ അമ്മ, അല്ലെങ്കിൽ പപ്പ മമ്മി അങ്ങനെയല്ലേ വിളിക്കൂ. പക്ഷെ നമ്മൾ വിളിക്കുന്നതിലല്ല കാര്യം, നമ്മളെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഉദാഹരണം പറയാൻ പോകുന്ന ഒരു ലേഡി അഡ്വക്കേറ്റാണ്. അവരുടെ പേര് ഞാൻ മാറ്റി. അവർ പറയുന്നു, എൻ്റെ അത്രയും പോലും ചെയ്യാത്ത ഒരു ലേഡി, അവരുടെ അതേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർ, അപ്പുറത്ത് ഇതിലും കൂടുതൽ പൈസ മേടിക്കുന്നു.
അല്ല അവരോട് കുറ്റമായിട്ട് പറയുന്നതല്ല. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് വരുന്നില്ല, അവരുടെ ക്ലയൻറ്റ് എൻ്റെ അടുക്ക് വരണം എന്നല്ല പറയുന്നത്, എനിക്ക് എന്തുകൊണ്ട് ക്ലയൻറ്റ് വരുന്നില്ല. അപ്പോൾ ഞാൻ അവരെക്കാണ് സീനിയർ ആയിരുന്നു, അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഞാനായിരുന്നു, പക്ഷെ എന്നിട്ടും എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ പരാതി. അപ്പോൾ ഞാൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി, അവരുടെ പേര് നോക്കി, തീർച്ചയായിട്ടും ആ പേര് അങ്ങനെ ബാധിക്കുന്നില്ല. അല്ല പിന്നെ നോക്കുമ്പോഴേ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യാത്തൊരു പേരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അടയാളപ്പെടുത്തി വെക്കാൻ സാധിച്ചു. കാരണം അഡ്വക്കേറ്റിൻ്റെ വീടിൻ്റെ മുന്നിലായാലും അഡ്വക്കേറ്റ് അവരുടെ പേര് എഴുതി വെക്കുന്നു. ഇതുപോലെ ഇവരുടെ ഓഫീസിൻ്റെ മുന്നിലാണെങ്കിൽ, കാരണം അവിടെ അവർക്ക് ആ നെയിം ബോർഡ് കൃത്യമായി വർക്ക് ചെയ്യും. എല്ലാവർക്കും അങ്ങനെ വർക്ക് ചെയ്യില്ല. ഇപ്പം നമ്മൾ വേറൊരു ഉദാഹരണം നമ്മുടെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് മാനാപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിലുള്ള പേര്. പക്ഷെ അദ്ദേഹം മമ്മൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് എവിടെയും അടയാളപ്പെടുത്തുന്നത്, അതാണ് ആ പോയിന്റ്. അടയാളപ്പെടുത്തുന്ന പേരാണ് അവരെ അവർക്ക് ആ എനർജി വരിക. അവരെങ്ങനെ അടയാളപ്പെടും, അത് മമ്മൂട്ടിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അതുപോലെ ഈ അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് സാധിച്ചു. അവരെ ഈ പേരിൽ എല്ലാ സ്ഥലത്തും അടയാളപ്പെടുത്തി വെച്ചു. അഡ്വക്കേറ്റ് പിന്നെ മാറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് അടയാളപ്പെടുത്തി വെക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ അടയാളപ്പെടുത്തിയതോടുകൂടി ഇവർക്ക് മാറി. അവർ എന്നെ വിളിച്ചിട്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ അങ്ങനെ അത് ഒരു പ്രദർശനത്തിന് നല്ലതല്ല. അവരുടെ ഒരു ഹാപ്പിനെസ്, കാരണം അവർ എൻ്റെ അടുക്ക പൈസ തന്നിട്ടാണ് അവർ കൺസൾട്ടേഷൻ എടുക്കുന്നത്. പിന്നെ അവരെ ഞാൻ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഇന്നങ്ങനെ ചെയ്തു, അത് ശരിയല്ല. ഫിലിം ഫീൽഡിലുള്ള ഒട്ടേറെ പേര് എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇന്ന് ആളുടെ ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ ലേഡി അത്രക്കും സന്തോഷത്തോടു കൂടി പിന്നെ വന്നു. അവരൊരു തിരുവനന്തപുരം കാര്യമാണ്. അവരെക്കുറിച്ചിട്ട് എന്താ പറയുക, അവർ പറഞ്ഞു ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട്, സാറിന് ചിലവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടത്തേക്ക് വരുന്നുണ്ട് എന്ന് പോലും പറഞ്ഞു. പക്ഷേ എന്താ പറയുക, ഇങ്ങനെയുള്ള ഇതൊക്കെ അത്ഭുതങ്ങളാണ്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് മാറ്റി അവർ ബോർഡ് ഇട്ടതോടുകൂടി അവർക്ക് എനർജി മാറി, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെ ഒരു പേര് മാറ്റി കഴിഞ്ഞാൽ അല്ല ഈ പേരിലുള്ള പ്രശ്നങ്ങൾ കാരണം പലർക്കും ഇതുപോലെ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ജ്യോതിഷപരമായിട്ടാണോ അതിന് പരിഹാരം പറയുക, അല്ലെങ്കിൽ ഇതുപോലെ ന്യൂമറോളജി നോക്കി? അതെ, ന്യൂമറോളജി നോക്കിയിട്ടാണ്. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണെങ്കിൽ പോലും അവർക്ക് ബ്ലോക്ക് ചെയ്യുന്ന പേരാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അവർക്കതൊരു മിനിമം ഒരു 100% ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു 50% എങ്കിലും ബെസ്റ്റ് ആകുമ്പോൾ തന്നെ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഗുണം കിട്ടും. ചിലവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ഗുണമേ വരില്ല. ചിലപ്പോൾ മോശമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകാം. അവർക്കൊരു നല്ല പേര് സജസ്റ്റ് ചെയ്യുന്നു, ആ പേരിൻ്റെ വഴിയിലെങ്കിലും അവർക്ക് ഭാഗ്യം വരാൻ വേണ്ടി തുടങ്ങും. പല ആൾക്കാരും ഇതുപോലെ ഭാഗ്യം വരുന്നില്ല, ഇത് ബ്ലോക്ക് ചെയ്യുന്നില്ല, ഒരു അൺലക്കി ആയിട്ടുള്ള പേര് വെച്ചുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഫലം. പലരുടെയും പ്രശ്നം ഇതാണ്, ഇത് മാറ്റുക എങ്ങനെയാണെന്നുള്ളതാണ്. മാറ്റുക ഞാൻ പറഞ്ഞല്ലോ, ന്യൂമറോളജി പ്രകാരം ഇത്ര തവണ എഴുതിക്കൊണ്ട് കൊണ്ടുവരാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റാം, എളുപ്പമാണ്. ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കി, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് നെയിം മാറ്റുന്നത്. ഗസറ്റഡ് വിജ്ഞാപനം, അതൊരു ഫോം ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു, അത് വരും. അതിന് അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു കുറച്ച് പരിപാടിയുണ്ട്. അതുപോലെ ഇതിപ്പം നമ്മൾ ന്യൂമറോളജി പ്രകാരം പേരുകളുടെ എനർജി മാറ്റുന്നതാണ്, അവരുടെ ലൈഫ് മാറുന്നതാണ്. അതല്ലാതെ ന്യൂമറോളജി പ്രകാരം നമുക്ക് വേറെന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എനർജി മാറാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എപ്പോഴും 1ാം സ്ഥാനം പേരിന് തന്നെയാണ് കൊടുക്കുക. കാരണം പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ, പിന്നെ നെയിം നമ്പർ, ഈ 3 കാര്യങ്ങളുടെ കണക്ഷനിലാണ് ഇവരുടെ വിജയം. ഇനി ഇതുപോലെ തീർത്തും മാറ്റാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ തീർത്തും മാറ്റാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ബ്ലോക്കായി കിടക്കുന്നവർക്ക് ഇത്രയും വലിയ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ പിന്നെ മാറ്റാനും അവർക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗമൊന്നും നല്ല രീതിയിലുള്ളത് കിട്ടാനും സാധ്യതയില്ല. അങ്ങനെയൊക്കെ പ്രശ്നം. അപ്പോൾ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, നിയമപ്രകാരം അല്ലാതെ ആ പേരിൻ്റെ എനർജി കൊണ്ടുവരിക. ഇതുപോലെ പറ്റാവുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണല്ലോ, അവിടെയൊക്കെ മാറ്റിക്കൊണ്ടും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നിയമപ്രകാരം ഇല്ലാത്ത എല്ലാ സ്ഥലത്തും ഒരു സ്റ്റേജ് നെയിം പോലെ വെക്കാമല്ലോ, അതുപോലെ അങ്ങനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത് 1ാമത്തെ പരിഹാരം. പിന്നെ ജെം സ്റ്റോണുകൾ, നല്ല നല്ല ബ്രേസ്ലെറ്റുകൾ അവരുടെ എനർജിക്ക് അനുസരിച്ചിട്ട് അത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓൾറെഡി. ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് അത് കസ്റ്റം ചെയ്യും, ഓരോരാളുടെ എനർജിക്ക് അനുസരിച്ചിട്ട്. ഇപ്പോൾ ഇത് ഒരു മണി മാഗ്നറ്റ് ആയിട്ടുള്ള ജെം സ്റ്റോൺ ആണെങ്കിൽ ഇത് ഒരു കോമൺ ആയിട്ടുള്ളതാണ്, ശരിക്കും വർക്ക് ആവുന്നതാണോ? തീർച്ചയായിട്ടും വർക്കാവും.
അപ്പോൾ അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന. ഇപ്പൊ ശരിക്കും ഓൺലൈനിലൊക്കെ ഇപ്പം ഒരുപാട് അവൈലബിൾ ആ ആണല്ലോ. ഓൺലൈനിൽ ഇപ്പം എന്താ പറയാ, ഈ ചൈനീന്ന് എല്ലാം ഗ്ലാസ് അതെ, അതെ. കിട്ടും. പല നമ്മള് കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെ അതെ അതെ, പേരുകളിലുള്ള ഇങ്ങനത്തെ സ്റ്റോണുകളുണ്ട് ഇപ്പൊ. പല സ്റ്റോണുകളും നല്ല വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അത് കൃത്യമാണോ എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് ഒറിജിനൽ കല്ലാണോ എന്നുള്ളതും അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെയാണെന്ന് മനസ്സിലാവുക. അപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പം ചൈനയിൽ നിന്ന് ചെറിയ പൈസക്ക് 10-100 രൂപക്ക് സാധാരണ ഒരു ബ്രേസ്ലെറ്റ് മേടിക്കുന്ന രീതിയിൽ തന്നെ കല്ല് കിട്ടുമെന്ന് ആൾക്കാർ കരുതി വാങ്ങുന്നുണ്ട്. പക്ഷേ ഇതൊരു പരിഹാരമായിട്ട് പറയും. ഒറിജിനലായിട്ടുള്ള കൃത്യമായിട്ടുള്ള കല്ല് അത് നമ്മൾ ന്യൂമറോളജിയുടെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും നോക്കിയിട്ട് കസ്റ്റം ചെയ്ത് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുക. അത് ഒരു കോമൺ ആയിട്ട് പറയാണ്, ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അത് നിങ്ങൾക്കും വേറെ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. അതാണ് പിന്നെ മറ്റൊരു പരിഹാര മാർഗം. പിന്നെ മോതിരം ധരിക്കുന്നവർ അതും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട്, അത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം നോക്കി ന്യൂമറോളജി മാത്രമല്ല, അത് കുറച്ച് ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങളും നോക്കണം. അത് അവരുടെ ഓരോരോ ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മോതിരം നിർദ്ദേശിച്ചുകൊണ്ട് ആ കല്ല് കൊണ്ടുള്ള ഇത് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ പൊതുവെ തന്നെ ലാൽ കിതാബ് എന്ന ജ്യോതിഷ ഗ്രന്ഥപ്രകാരം ഈ ന്യൂമറോളജിയായി കണക്ട് ചെയ്തുകൊണ്ട് പരിഹാരം കൊടുക്കും. പക്ഷെ അത് കുറച്ച് പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയും. എല്ലാവർക്കും നിങ്ങൾ വെളുത്ത പശുവിന് പച്ചപ്പുല്ല് നൽകുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അത്രയും കാലം മുമ്പ് എഴുതിയ ശാസ്ത്രമാണല്ലോ. അപ്പോൾ ആ കാലത്ത് അങ്ങനെ നിങ്ങൾ പാല് ദാനം ചെയ്യുക. ഇപ്പം ശുക്രൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിനൊക്കെ പലപ്പോഴും പാല് ദാനം ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ ഈ ബുധൻ്റെ മാർഗമായിട്ട് പച്ചപ്പുല്ല് നൽകുക പശുവിന്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. പിന്നെ ചുവന്ന പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുക. ഇതൊക്കെ അതിനകത്തുള്ളതാണ്. അതൊക്കെ ഇതിനകത്ത് ബിസ്ക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുക. ഇതുപോലെ പക്ഷികൾക്ക് എന്നുള്ളതാണ്. പ്രാവ് എന്നുള്ളത് നമ്മൾ സമാധാനത്തിന്റെ ചിഹ്നമായിട്ട് ശരിക്കും ഒരു നോവലിന് ശേഷം അങ്ങനെ ആയിട്ട് വരുന്നതാണ്. അതല്ലാതെ ഈ നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രപ്രകാരം അങ്ങനെ പറയാറില്ല പൊതുവെ. അപ്പോൾ അതങ്ങനെയാണ് അതിൻ്റെ പറയാനുള്ളത്. പക്ഷേ ഈ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നതിനൊക്കെ കാര്യമുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞ ഈ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ അല്ലേ, ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ നിൽക്കുന്നവർക്ക് എവിടെ പശുവിനെ കിട്ടും? അതെ. അപ്പോൾ അത് ഒന്നിനും ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. അപ്പോൾ ചിലവർക്ക് അത് പരിമിതികളുണ്ട് അത് കൊടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പം 7 എന്നൊരു എനർജി ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ മിസ്സിങ് ആണെങ്കിൽ നമ്മൾ പറയും സിൽവർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സിമ്പിളാണ്, സിൽവർ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുക. ഇനി അതേസമയം 8, 5, 2 എന്നുള്ള 3 നമ്പർ മിസ്സിങ് ആണെങ്കിൽ അതിന് ഒന്നിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ക്ലിയർ കോഡ്സ് ധരിക്കുക എന്നുള്ളത്. ക്ലിയർ കോഡ്സ്, അത് നമ്മുടെ സ്ഫടികം, മലയാളത്തിൽ സ്ഫടികം എന്ന് പറയുന്ന അത് ധരിക്കുക എന്നുള്ളത് നിർദ്ദേശിക്കും. അതുപോലെ ഓരോ നമ്പറിനും ഇതിപ്പം 4 എന്നൊരു എനർജി മിസ്സിങ് ആണെങ്കിൽ അപ്പോൾ അത് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് മിസ്സിങ്ങിന് നൽകണോ വേണ്ടിയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. അത് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പം 4 എന്നതിന് മിസ്സാകുമ്പോൾ വുഡൺ ആയിട്ടുള്ള മരം കൊണ്ടുള്ള എന്തെങ്കിലും ആഭരണം ധരിക്കുക. ഇപ്പോൾ രുദ്രാക്ഷം നിർദ്ദേശിക്കാം, കരിങ്കാലി മാല നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തുളസിയുടെ മാല ധരിക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മരം കൊണ്ടുള്ള കൊന്ത അത് ധരിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. അത് നോക്കിയിട്ടാണ് അത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ചിലവർക്ക് ഗ്ലാസ് കൊണ്ടുള്ള കൊന്തയായിരിക്കും നല്ലത്. അപ്പോൾ അത് അവരുടെ വിശ്വാസം ത്തിനെ ഒഴിവാക്കാതെ തന്നെ അതിനൊരു പരിഹാരം കൊടുക്കാം. ചില ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിർദ്ദേശിച്ചു കൊടുക്കും. ഇതുപോലെ മരം കൊണ്ടുള്ള കൊന്ത ധരിക്കാം. അപ്പോൾ അത് എന്തായാലും ദൈവം പ്രാർത്ഥിക്കുന്നതാണ്, നല്ലതാണ്. ആ രീതിയിൽ നമുക്ക് അങ്ങനെ പല പല പരിഹാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ചുവന്ന ചരട് ധരിക്കുക. ഇപ്പം 9 എന്നൊരു എനർജി മിസ്സിങ് ആണെന്ന് കരുതുക. അപ്പോൾ അതിന് നമ്മൾ നിർദ്ദേശിക്കും ചുവന്ന ചരട് നിർദ്ദേശിക്കും. അങ്ങനെ കുറേ അത് സിമ്പിളാണ്, നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാകത്തുമില്ല. സിമ്പിളായിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ്. നമുക്ക് ആ എനർജി മാറുന്നത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാം. അതുപോലെ 6ന്റെ മിസ്സിങ്ങിനും കൊണ്ട് നിങ്ങൾക്കൊരു സ്വർണ്ണ മാല പൊതുവെ ആൾക്കാർ അല്ലെ കേരളീയർ ധരിക്കുന്നതാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലെ, സ്ത്രീകളും പുരുഷന്മാരും ധരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വർണത്തിൻ്റെ മാല വേണമെങ്കിൽ നമുക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് 6 എന്ന എനർജിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഓരോരാളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമുക്ക് നിർദ്ദേശിക്കുക. ഇതുപോലെ അവരുടെ ആഭരണങ്ങളും അവർക്ക് അനുകൂലമായിട്ടുള്ള എനർജീനെ കൊണ്ടുവരാനും ഇതുപോലെയുള്ള ജെം സ്റ്റോണുകളായാലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് കൂടുതൽ. അപ്പോൾ എന്തായാലും ആഭരണങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അപ്പോൾ എന്താണ് ഞാൻ ധരിക്കേണ്ടത്?
അപ്പോൾ അത് നിർദ്ദേശിച്ചു കൊടുക്കാം. അതെ. ഈവൻ നമുക്ക് എന്ത് ആക്സസറീസ് ആണെങ്കിലും ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കണ്ണട ഒരു ഭാഗത്ത് വെള്ളയുണ്ട്, ഇത് ഗ്ലാസ് ടൈപ്പാണ്. അപ്പോൾ അതിനൊരു അനുകൂലത ഉണ്ട് ഞാൻ നോക്കുന്ന ഇതനുസരിച്ചിട്ട്. അപ്പോൾ ഞാനത് എടുക്കുന്നു. ഇപ്പോൾ ഒരു വാച്ച്, ഗോൾഡൻ വാച്ച് ധരിക്കേണ്ട ആൾക്കാരുണ്ട്. ഇപ്പം മുസ്ലിങ്ങളായിട്ടുള്ള കുറേ എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തില്ല. അപ്പോൾ അവർക്ക് ഗോൾഡൻ മാല നിർദ്ദേശിക്കാൻ പറ്റില്ല, അവരുപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളൊരു ഗോൾഡൻ വാച്ച് ധരിക്കും എന്ന് പറയും. ആ എനർജീനെ അവർക്ക് ഓക്കെയാണ്. ഇപ്പം വുഡേൺ ആയിട്ടുള്ള ഒരു ആഭരണം അവർക്ക് നിർദ്ദേശിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അവരോട് പറയും, നിങ്ങളൊരു കീ ചെയിൻ ഉപയോഗിക്കൂ, കാറിന് വേണ്ടേ, വുഡേൺ ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും, ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനൊക്കെ അനുസരിച്ചിട്ട്. അതാണ് ഇതിൻ്റെ പരിഹാര മാർഗമായിട്ട് കൂടുതൽ. അതല്ലാതെയും കുറേ വേറെയും പരിഹാര മാർഗങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്.